ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്ക പായസമാണ്. ഇതുപോലെ പഴുത്ത ചക്ക ഞാൻ ചെറുതായി കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുകയാണ്. ഇത്രയും ചക്ക കെട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായി വഴറ്റിയെടുത്ത ശേഷം ചവ്വരി കുറച്ച് ഒരു പിടി ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ഇതിലേക്ക് ആഡ് ചെയ്തു വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നല്ല ചൂടുവെള്ളം, ഇത് വേവാൻ ആവശ്യമായ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു. ഇനി നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അതിനുശേഷം കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. ശർക്കരപ്പാനി ഉണ്ടാക്കിയ ശേഷം സ്റ്റെയിനർ വെച്ച് അരിച്ചെടുത്ത് ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. അതിനുശേഷം കോക്കനട്ട് മിൽക്ക് എടുത്തു, റെഡിമെയ്ഡ് മിൽക്കാണ്, ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഏതാണ്ട് 1/2 ലിറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്തു നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഇനി തിളക്കുമ്പോൾ തന്നെ ഇത്തിരി ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഒരു പിഞ്ച് ഉപ്പ് മാത്രം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതൊക്കെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്തു. അപ്പം നമ്മുടെ ചക്കപ്പായസം റെഡിയായി. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് തണുത്ത് വരുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരും, അപ്പോഴാണ് കഴിക്കേണ്ടത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കൂ. കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചക്ക വീട്ടിലുള്ളവർ ഉണ്ടാക്കി നോക്കൂ. പഴുക്കാത്ത ചക്ക കൊണ്ടും ഉണ്ടാക്കാം, പഴുത്ത ചക്ക കൊണ്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ടൈമിൽ കാണാം. ഓക്കെ, ബൈ.